നമസ്കാരം. മധ്യ കേരളത്തിൽ വഖഫ് സമം മുനമ്പമാണ്. എന്നാൽ ഈ ആഴ്ചയിൽ വഖഫ് പ്രശ്നം കത്തിയാളുന്നത് മലബാറിലാണ്, പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് വഖഫ് നിയമത്തിൽ പണ്ടേ ഉള്ള അല്ലെങ്കിൽ വഖഫ് പ്രശ്നങ്ങളിൻ്റെ കേന്ദ്രബിന്ദുവായി പണ്ടേ വർത്തിക്കുന്ന ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ ആഴ്ച അത് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറിയ എം വി ജയരാജൻ സ്ഥാനമൊഴിയുകയും ഇപ്പോൾ അവിടുത്തെ പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷ് വരികയും ചെയ്തു. ജയരാജൻ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റേതായ ഒരു നമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊതു പ്രാധാന്യമുള്ള വിഷയം എടുത്തിട്ട് മാധ്യമങ്ങളുടെ തലക്കെട്ട് പിടിച്ചെടുക്കാൻ നടന്നൊരു ശ്രമമായിട്ട് വേണം അതിനെ കാണാൻ. കാരണം പലതാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ CPMൻ്റെ നയവ്യതിയാനമുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെ ഈ ന്യൂനപക്ഷങ്ങളുടെ രക്ഷകരായി അവതരിക്കുന്ന ഒരു നിലപാടിന് പകരം ന്യൂനപക്ഷങ്ങളല്ല ഇനി അങ്ങോട്ട് പരമ്പരാഗത ഭൂരിപക്ഷ വോട്ടുകളെ നേടിയെടുക്കുക, തിരിച്ചു പിടിക്കുക എന്ന CPM തന്ത്രത്തിൻ്റെ ഒടുവിലത്തെ ഒരു വെടിയായിട്ടാണ് തളിപ്പറമ്പ് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് MV ജയരാജൻ നടത്തിയ പ്രസംഗം, പൊതുയോഗം, പ്രസ്താവന ഒക്കെ നമ്മൾ കാണേണ്ടത്. MV ജയരാജൻ പറഞ്ഞത് തളിപ്പറമ്പിലെ വഖഫ് സ്വത്ത് കയ്യേറിയത് ആരാണ്? അവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തുന്ന ചില സ്ഥാപനങ്ങളാണ് വഖഫ് സ്വത്ത്, തളിപ്പറമ്പിലെ വഖഫ് സ്വത്ത് കയ്യേറിയത്. അതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ എന്ന ഒരു സംഘടനയുണ്ടാക്കി 1964 പരേതനായ V. ഖാലിദ് സാഹിബ് മുൻകൈ എടുത്തുണ്ടാക്കിയ ഒരു സംഘടനയാണത്. മുസ്ലിം സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയ തീർച്ചയായിട്ടും ഒരു വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ്. അത് പലയിടത്തും ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. KMEA എന്ന് പറഞ്ഞിട്ട് കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ് എറണാകുളം കേന്ദ്രമാക്കിയ ഒരു സംഘടനയുണ്ട്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരിൽ ഏതാണ്ട് 60കൾ തൊട്ട് പ്രവർത്തിക്കുന്ന സംഘടന, കൊടുങ്ങല്ലൂരിലെ ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ സാറാണ് അത് സ്ഥാപിച്ചത്. ആ സംഘടനയുണ്ട്. ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് EMEA, ഏറനാട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഇങ്ങനെ മുസ്ലിം എഡ്യൂക്കേഷന് വേണ്ടി, മുസ്ലിം വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, വിദ്യാഭ്യാസപരമായി ഒരു കാലത്ത് ഏറെ പിന്നോക്കം നിന്ന മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാവുക, സംഘടനകൾ ഉണ്ടാവുക, അവർ കോളേജുകൾ സ്ഥാപിക്കുക ഒന്നും ഒരു പുതിയ കാര്യമല്ല. അത്തരത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് 1964 കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് 1967 അവിടെ സർ സയ്യിദ് കോളേജ് തുടങ്ങിയത്. മുസ്ലിം ലീഗിൻ്റെ ബൗദ്ധികമായ പിതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന വലിയ മനീഷിയായ മനുഷ്യൻ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മുസ്ലിം ലീഗ് ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്, അദ്ദേഹത്തിൻ്റെ ആശയമാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആശയപരമായ പിതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അവിടെ തളിപ്പറമ്പിൽ ഒരു കോളേജ് തുടങ്ങിയത്. ഇന്നത് നല്ല കോളേജാണ്, ഒന്നാം കിട കോളേജായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ കോളേജിന് വേണ്ടി തളിപ്പറമ്പിലെ ഒരു മുസ്ലിം ജമാഅത്തിൻ്റെ, അത് വെച്ചാൽ ഒരു സാധാരണ മുസ്ലിം ജമാഅത്തിന് വഖഫ് സ്വത്തായിട്ട് കിട്ടിയ ഭൂമിയിൽ നിന്ന് 22 ഏക്കർ അന്ന് 1967 ആ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി ലീസിനെടുക്കുകയാണ്. വഖഫ് സ്വത്ത് ലീസിന് കൊടുക്കാൻ പറ്റുമോ എന്നത് രണ്ടാമത്തെ കാര്യം. എന്തായാലും മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥലം, ഒഴിഞ്ഞു കിടന്നിരുന്ന 22 ഏക്കർ സ്ഥലമാണ് ഇവർക്ക് ലീസിന് കൊടുക്കുന്നത്, പാട്ടത്തിന് കൊടുക്കുകയാണ്. കൊടുത്ത കാലത്ത് അതിന് 3000 രൂപയാണ്, ഒരു വർഷത്തിൽ 3000 രൂപ പള്ളിക്ക് കൊടുക്കണം. അതായിരുന്നു അതിൻ്റെ കരാറ്. പിൽക്കാലത്ത് 2004 ആ കരാറ് പുതുക്കിയിട്ട് അത് 3 ലക്ഷം രൂപയാക്കി മാറ്റി. എന്നുവെച്ചാൽ 3000 രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപയാണ് ലീസ് എമൗണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പാട്ടം എന്ന് പറയാം. അപ്പോൾ ഇത് 99 വർഷത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓർക്കണം. 1967 ആണെങ്കിൽ 2057 വരെ, 2066 വരെ, എന്നുവെച്ചാൽ 99 വർഷത്തേക്കാണ്. 100 വർഷം കഴിഞ്ഞാൽ നിലനിൽക്കില്ല. അപ്പോൾ എല്ലാ കരാറുകളും അങ്ങനെയാണ്. അപ്പോൾ 99 വർഷത്തേക്ക് കരാറിന് കൊടുത്തിരിക്കുകയാണ്. ഇത് പാട്ടഭൂമിയല്ല, ഇത് വഖഫ് ഭൂമി അല്ലേ എന്നാണ് MV ജയരാജൻ ചോദിക്കുന്നത്. ഈ വഖഫ് ഭൂമി അല്ല, ഇത് സ്വന്തം ഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു രേഖ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു രേഖ അദ്ദേഹം ഉന്നയിച്ചിട്ട് ഇതിന് ഉത്തരവാദിയാണ് ആരാണ്? മുസ്ലിം ലീഗ് അല്ലേ? ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തത് അന്ന് വഖഫ് ബോർഡിലുണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരല്ലേ?
ഇങ്ങനെ ചില ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി രംഗത്ത് വന്നു. അത് വഖഫ് തന്നെയാണ്, പക്ഷേ ഞങ്ങൾ പട്ടത്തിനെടുത്തതാണ്, ഞങ്ങളത് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല. സത്യത്തിൽ ആ ഭൂമി സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് പല രേഖകളും കാണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസുകളും തർക്കങ്ങളും ഒക്കെ നിലവിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ്, ഞങ്ങൾ വഖഫ് ഭൂമിയാണെന്ന്, വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞിട്ടില്ല, സ്വന്തമാക്കിയിട്ടില്ല, വഖഫ് സ്വത്ത് തന്നെയാണെന്ന് സമ്മതിച്ചുകൊണ്ട് കരീം ചേലേരിക്ക് രംഗത്ത് വരേണ്ടി വന്നു. ചോദ്യം ഇതാണ്. അപ്പോൾ ഉടനെ പിന്നെ എം വി ജയരാജൻ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ട് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരികയുണ്ടായി. അതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരായി ഒരു സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ വലിയ വിരോധത്തിൻ്റെ വലിയൊരു പോർമുഖം തുറക്കാൻ എം വി ജയരാജന് കഴിഞ്ഞു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം വി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിൽ ആക്കാൻ വേണ്ടി രംഗത്ത് വന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്നു വന്ന INL-ൻ്റെ നേതാവ്, കണ്ണൂർക്കാരൻ തന്നെയായ, ആ നാട്ടുകാരൻ തന്നെയായ കാസിം ഇരിക്കൂറാണ്. കാസിം ഇരിക്കൂർ പറഞ്ഞത് മുസ്ലിം ലീഗിന് ഈ വഖഫ് ബില്ലിനെ കുറിച്ചൊന്നും മിണ്ടാൻ അവകാശമില്ല, വഖഫ് ഭേദഗതിക്കെതിരായി യാതൊരു തരത്തിലും വഖഫ് ഭേദഗതിക്കെതിരായി സംസാരിക്കാൻ ധാർമ്മികമായ അർഹതയില്ല, കാരണം വഖഫ് സ്വത്ത് കൈയടക്കിയവരാണ് നിങ്ങൾ. തളിപ്പറമ്പിലെ മുസ്ലിം ജമാഅത്തിൻ്റെ 22 ഏക്കർ സ്വന്തമാക്കിയിട്ട് നിങ്ങൾ വലിയ അഴിമതി നടത്തുന്ന സ്ഥാപനങ്ങൾ, നിങ്ങൾ സർ സെയ്ദ് കോളേജിൽ നിയമനം നടത്തുന്നത് വലിയ കോഴ വാങ്ങിയിട്ടാണ്, അത് അഴിമതിയാണ്, അത് അഴിമതി നടത്തുന്നത് ഈ വഖഫ് ഭൂമിയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ തളിപ്പറമ്പിലെ തന്നെ മറ്റൊരു ഹൈസ്കൂളുണ്ട്, സിദി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളാണ്, അത് ഇതുപോലെ കോഴ വാങ്ങുന്ന സ്ഥാപനമാണ്, അതും അതിൻ്റെ തലപ്പത്തും നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഈ സർ സെയ്ദ് കോളേജൊക്കെ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ ഉണ്ടാക്കിയ കാലത്ത് അത് എല്ലാ മുസ്ലിങ്ങളും ചേർന്നതായിരുന്നു, രാഷ്ട്രീയാതീതമായ ഒരു സ്ഥാപനമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, സമ്പൂർണ്ണമായി അത് മുസ്ലിം ലീഗിൻ്റെ പോക്കറ്റിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള യാതൊരു ധാർമ്മികതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ അങ്ങേയറ്റം ആക്രമിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ INL നേതാവും രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് ഒടുവിലത്തെ ഒരു ചിത്രം. ഇത് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ എം വി ജയരാജൻ, അബ്ദുൽ കരീം ചേലേരി, കാസിം ഇരിക്കൂർ, ഈ 3 പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 3 പേരും മറ്റൊരു മനുഷ്യൻ്റെ നിഴലിനോടാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം. അതാണ് ഈ വാർത്തയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഇഷ്യൂ ആദ്യം ഉന്നയിച്ചത് ആരാണ്? കേരളത്തിൻ്റെ മുമ്പിൽ ഈ ഇഷ്യൂ രാഷ്ട്രീയമായി ആദ്യം ഉന്നയിച്ചയാൾ കണ്ണൂരിലെ തന്നെ CPM-ൻ്റെ എക്കാലത്ത് ഏറ്റവും പ്രമുഖനായ നേതാവ്, വിട്ടുവീഴ്ചയില്ലാത്ത നേതാവ്, പോരാളിയായ നേതാവ് P. ജയരാജനാണ്. P. ജയരാജൻ CPM-നോട് പല കാരണങ്ങളാൽ ഒരുപക്ഷെ ഇടഞ്ഞു നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിലെ പാർട്ടിയിൽ മറ്റൊരു സ്വന്തമായ ഒരു തട്ടകവും സ്വന്തമായി ഒരു പ്രചാരണ ഗ്രൂപ്പുമൊക്കെ ഉണ്ടാക്കിയെടുത്തതിൻ്റെയൊക്കെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. എന്തായാലും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അദ്ദേഹം ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒതുക്കാനുള്ള പരിശ്രമങ്ങൾ എത്രയോ കാലമായി കണ്ണൂരിൽ നടക്കുന്നു എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഞാൻ അതിലെ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ P. ജയരാജൻ എന്ന രാഷ്ട്രീയ നേതാവ് ചെയ്ത ബൗദ്ധികമായ ഒരു സംഭാവനയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എഴുതിയ പുസ്തകം, കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സും പൊളിറ്റിക്കൽ ഇസ്ലാമും ഇതിനെക്കുറിച്ച് എഴുതപ്പെട്ട നല്ല പുസ്തകം, അല്ലെങ്കിൽ ഗഹനമായി നന്നായി പഠിച്ചെഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഉന്നയിച്ച പ്രശ്നമാണ് എം വി ജയരാജന് ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് ചോദിച്ചാൽ P. ജയരാജൻ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ്, ഈ ചർച്ച ഇപ്പോൾ തളിപ്പറമ്പിലെ വഖഫ് ഭൂമിയുടെ പ്രശ്നം ആരുയർത്തിക്കൊണ്ടുവന്നാലും പുതിയ കാലത്ത് അത് ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് സഖാവ് P. ജയരാജനുള്ളതാണ് എന്ന് പറയാൻ എം വി ജയരാജൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? എം വി ജയരാജൻ ആ പേരെങ്കിലും പറയും. എം വി ജയരാജനെങ്കിലും അത് പറയാൻ ബാധ്യതപ്പെട്ട ഒരാളാണല്ലോ. ഞങ്ങളുടെ സമുന്നതനായ നേതാവ് P. ജയരാജനാണ് ഇത് ഉന്നയിച്ചതെന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല, അതെല്ലാവരും മൂടി വെക്കുകയാണ്. അതല്ലെങ്കിൽ എം വി ജയരാജന് മറുപടി പറയുമ്പോൾ അത് കരീം ചേലേരിക്ക് പറഞ്ഞൂടെ? അതും അല്ലെങ്കിൽ കാസിം ഇരിക്കൂർ ഇടതുപക്ഷത്തിരിക്കുന്ന ഒരാളാണല്ലോ, അദ്ദേഹത്തിന് അതിൻ്റെ യഥാർത്ഥ റൂട്ട് പറയണ്ടേ? പറയാമായിരുന്നു, ആരും പറഞ്ഞില്ല. ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. കൂട്ടത്തിൽ P. ജയരാജൻ ഈ പ്രശ്നം ഉന്നയിച്ചത് ആരെ ഉദ്ധരിച്ചിട്ടാണ്? ജസ്റ്റിസ് നിസാർ കമ്മിറ്റിയെ ഉദ്ധരിച്ചിട്ടാണ്.
അതും ഇതിനകത്ത് പ്രാധാന്യമുണ്ട്. ജസ്റ്റിസ് നിസാർ കമ്മിറ്റിയെ നമ്മൾ എത്ര മറച്ചു വെച്ചാലും ഈ വഖഫ് ബോർഡുകൾ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ട കേസുകൾ, വഖഫ് സംബന്ധമായ ചർച്ചകൾ ഉള്ളിടത്തൊന്നും ജസ്റ്റിസ് നിസാർ കമ്മിറ്റിയെ മാറ്റിവെക്കാൻ കഴിയില്ല. ജസ്റ്റിസ് നിസാർ കമ്മിറ്റി നമുക്കറിയാവുന്നതുപോലെ, ജസ്റ്റിസ് നിസാർ കമ്മിറ്റിയുടെ പേര് പറയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം മറ്റൊരു പേര് മൂടി വെക്കാനാണ്. അതാരുടേതാണ്? സഖാവ് VS അച്യുതാനന്ദൻ്റെയാണ്. VS അച്യുതാനന്ദനാണ് 2008 ജസ്റ്റിസ് നിസാർ കമ്മിറ്റിയെ വെക്കുന്നത്. എന്തായിരുന്നു കാരണം? 2005 കേന്ദ്ര ഗവൺമെൻറ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചു. സച്ചാർ കമ്മിറ്റി എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും മുസ്ലിങ്ങളുടെ പരമ്പരാഗതമായ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാനും അന്വേഷണം നടത്താനും എല്ലാ സർക്കാരുകളും മുൻകൈയെടുക്കണം. ആ നിർദ്ദേശത്തിൻ്റെ പ്രകാരം 2005 വന്ന കമ്മിറ്റി റിപ്പോർട്ടാണ് 2006 VS അച്യുതാനന്ദൻ അധികാരത്തിൽ വന്നപ്പോൾ കൂടിയാലോചനകൾക്ക് ശേഷം 2008 ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ, ഏതൊക്കെ വഖഫ് ഭൂമിയാണ് അന്യാധീനപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റിസ് നിസാർ കമ്മിറ്റി വെക്കുന്നത്. അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടാണ് 2009 റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരം, ആ റിപ്പോർട്ടിലാണ് തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമികളുടെ കണക്ക്, വഖഫ് ഭൂമി നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ് ഒക്കെ പുറത്തു കൊണ്ടുവന്നത് അതാണ്. അതുകൊണ്ട് ജസ്റ്റിസ് നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ട്, അതിൽ സഖാവ് VS അച്യുതാനന്ദൻ കാണിച്ച മുൻകൈ, അദ്ദേഹം എടുത്ത താല്പര്യം അവഗണിച്ചുകൊണ്ട് വഖഫ് ചർച്ചകൾ പൂർണ്ണമാവില്ല എന്നത് തളിപ്പറമ്പുകാരും ഓർമ്മിക്കുന്നത് നല്ലതാണ്. കണ്ണൂർ ജില്ലാ CPM ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അവസാനമായി ഒറ്റ കാര്യം കൂടി, ഇത്രയും ചർച്ചകൾ നടക്കുമ്പോൾ ഒരു കാര്യം, ഒരു കൗതുകം പോലെ നമ്മൾ ഓർക്കേണ്ടത്, ഈ പറയുന്നവരൊക്കെ തന്നെ കേന്ദ്രം പാസാക്കിയ വഖഫ് ബില്ലിനെതിരാണ്. ആരൊക്കെ? CPM ഇടതുപക്ഷവും എതിരാണ്, INL ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്, മുസ്ലിം ലീഗ് UDFൻ്റെ കൂടെയാണെങ്കിലും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഇതിനെതിരാണ്. കേരളത്തിൽ ആരും, ഒരു BJP ഒഴികെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് അനുകൂലമല്ല. അങ്ങനെയാണെങ്കിൽ വഖഫ് നിയമത്തെ തളിപ്പറമ്പിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ജസ്റ്റിസ് നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ആരാണ് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിൻ്റെ ശത്രു? ആരാണ്? വഖഫ് ബോർഡിനോട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? വഖഫ് ബോർഡിൻ്റെ സ്വത്ത് അന്യാധീനപ്പെടുത്തി അല്ലെങ്കിൽ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഇതൊന്നും ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മറ്റേതെങ്കിലും അന്യസമുദായങ്ങളോ അല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ കേരളത്തിലെങ്കിലും ഏറ്റവും കൂടുതൽ വഖഫ് ബോർഡുമായി നിരന്തരമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട് ഒരിക്കലും തീരാത്ത കേസുകളുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിം സമുദായം ആണ്. അതുകൊണ്ട് വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള സ്ട്രക്ചർ അത് വേറൊരു കാര്യമാണ്. വഖഫ് ബോർഡിൻ്റെ ഘടനയിൽ മാറ്റം വരാൻ പോകുന്നു എന്നത് ആർക്കാണ് വലിയ അങ്കലാപ്പ് ഉണ്ടാക്കുന്നത്? കേരളത്തിൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും വഖഫ് ബോർഡ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാകും എന്ന നില മാറി വരുന്നതിൻ്റെ അങ്കലാപ്പ് കൂടി തീർച്ചയായിട്ടും അതിലുണ്ടാകും. അതുകൊണ്ട് വഖഫ് നിയമത്തെക്കുറിച്ചുള്ള കുറേ കൂടി സൂക്ഷ്മമായ അന്വേഷണങ്ങൾ, കുറേ കൂടി പോസിറ്റീവായ ആലോചനകൾക്ക്, അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒക്കെ ഓരോ ക്ലോസ് ബൈ ക്ലോസ് എടുത്തിട്ട് യോജിക്കാവുന്നതും യോജിക്കാത്തതുമായ ഘടനകൾ അല്ലെങ്കിൽ വകുപ്പുകൾ അതിനകത്തുണ്ട് എന്ന് തിരിച്ചറിയുകയും ഒറ്റയടിക്ക് നിഷേധിക്കാവുന്ന വഖഫ് നിയമത്തിൽ ഒരു പരിഷ്കാരവും വേണ്ട എന്ന അടഞ്ഞ വാദം ആത്യന്തികമായി ഗുണകരമാണോ എന്ന ചോദ്യം കൂടി ഉയർത്താൻ തളിപ്പറമ്പ് പ്രേരകമാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം.